മിഡിൽ ഈസ്റ്റിലെ യുദ്ധരംഗം ഇതിനകം തന്നെ തീപ്പൊരി നിറഞ്ഞിരിക്കുമ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ഇറാനിയൻ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തകൾ പുതിയ വിവാദങ്ങൾക്കും അനിശ്ചിതത്വത്തിനും വഴിവെച്ചിരിക്കുകയാണ്. ഇറാന്റെ IRGC അനുകൂല മാധ്യമമായ തസ്നീം നെതന്യാഹുവിന്റെ വസതിക്ക് നേരെ നടത്തിയ ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റുവെന്നും സഹോദരൻ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ട് ചെയ്തപ്പോൾ അതിനെ ഇസ്രായേൽ സർക്കാർ ശക്തമായി നിഷേധിച്ചിരിക്കുകയാണ്. അതേസമയം കഴിഞ്ഞ 3 ദിവസമായി നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്ന ഇറാനിയൻ വെബ്സൈറ്റുകളുടെ ചൂണ്ടിക്കാട്ടലും സംശയങ്ങൾക്ക് ഇന്ധനം പകരുകയാണ്. യുദ്ധസമയങ്ങളിലെ വിവരങ്ങൾ തന്നെ ആയുധങ്ങളായി മാറുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. അതിനാൽ സത്യം, പ്രചരണം, മാനസികമായി തളർത്തുന്ന യുദ്ധതന്ത്രം എന്നിവ തമ്മിലുള്ള വൈരുദ്ധ്യം പോലും തിരിച്ചറിയാൻ കഴിയില്ല. ഇസ്രായേലിന്റെ രാഷ്ട്രീയ സൈനിക ഘടനയിൽ നെതന്യാഹു ഒരു നേതാവിനേക്കാൾ വിലയേറിയ മനുഷ്യനാണ്. അദ്ദേഹം യുദ്ധ നയങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നേതൃപരമായ ക്ഷീണം ഉണ്ടാകാവുന്ന സാഹചര്യം വന്നാൽ അത് ഇസ്രായേലിന്റെ യുദ്ധനയത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിക്കാം. യുദ്ധം വെറും സൈനിക ശക്തിയുടെ മത്സരം മാത്രമല്ല, അത് രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെ പോരാട്ടം കൂടിയാണ്. നേതാവിന്റെ അഭാവം അഥവാ ദൗർബല്യം എതിരാളികൾക്ക് മാനസിക മേൽക്കോയ്മ നൽകുന്ന ഘടകമായി മാറാറുണ്ട്. ഇത് ശരിയാണെന്ന് തെളിഞ്ഞാൽ ഇറാന്റെ പ്രചരണ യന്ത്രം അതിനെ വൻ വിജയമായി അവതരിപ്പിക്കും. ഇതിനകം തന്നെ ഇസ്രായേലിനെതിരെ പ്രതിരോധ അച്ചുതണ്ടായി നിലകൊള്ളുന്ന ശക്തികൾ, പ്രത്യേകിച്ച് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്, ഇത് യുദ്ധത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കാനും സാധ്യതയുണ്ട്. ഇസ്രായേൽ അജയരല്ല എന്ന സന്ദേശം മിഡിൽ ഈസ്റ്റിലാകെ പ്രചരിപ്പിക്കാൻ ഇറാൻ ശ്രമിക്കും. അതിന്റെ പ്രതിഫലനം ഹിസ്ബുള്ള പോലുള്ള സായുധ കൂട്ടായ്മകളുടെ ആത്മവിശ്വാസത്തിലും പ്രത്യക്ഷപ്പെടാം. അതേസമയം ഇസ്രായേൽ ഈ വാർത്തകൾ നിഷേധിക്കുന്നതും യാദൃച്ഛികമല്ല. യുദ്ധസമയത്ത് നേതാവിന്റെ സുരക്ഷയും നിലപാടും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ ഇസ്രായേൽ വളരെ സൂക്ഷ്മമാണ്. കാരണം ശത്രുക്കൾക്ക് ലഭിക്കുന്ന ഓരോ വിവരവും തന്ത്രപരമായ നേട്ടമാക്കാം. അതിനാൽ നെതന്യാഹുവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വാർത്തകൾ യാഥാർത്ഥ്യമാണോ അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ഭാഗമാണോ എന്നത് അടുത്ത ദിവസങ്ങളിലാവും വ്യക്തമാകുന്നത്. ഈ വിവാദത്തിന് ഇന്ത്യൻ രാഷ്ട്രീയത്തിലും പ്രതിഫലനം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇന്ത്യയും ഇസ്രായേലും കഴിഞ്ഞ 2 ദശകങ്ങളിൽ പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെ നിരവധി മേഖലകളിൽ ശക്തമായ ബന്ധം വികസിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ ഭരണകാലത്ത് ഈ ബന്ധം കൂടുതൽ ശക്തമായി. ഇസ്രായേൽ സുരക്ഷാ സംവിധാനങ്ങളും ആയുധ സാങ്കേതിക വിദ്യകളും ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അതിനാൽ ഇസ്രായേലിലെ രാഷ്ട്രീയ അസ്ഥിരത ഇന്ത്യയിലെ തന്ത്രപരമായ കണക്കുകൂട്ടലുകളെയും സ്വാധീനിക്കാം. ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്തും ഇത് ചർച്ചയാകാൻ സാധ്യതയുണ്ട്. ഒരു വിഭാഗം ഇസ്രായേലിനെ ശക്തമായി പിന്തുണയ്ക്കുമ്പോൾ മറ്റൊരു വിഭാഗം മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിൽ ഇന്ത്യ കൂടുതൽ നിഷ്പക്ഷത പുലർത്തണമെന്നാണ് ആവശ്യപ്പെടുന്നത്. നെതന്യാഹുവിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവാദങ്ങൾ കൂടുതൽ വഷളാവുകയാണെങ്കിൽ ഇന്ത്യയിൽ വിദേശ നയത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വാദപ്രതിവാദങ്ങളും ഇനിയും ശക്തമാകും. യുദ്ധത്തിന്റെ മുന്നോട്ടുള്ള പോക്കിലും ഇതിന് സ്വാധീനമുണ്ടാകും. ഒരു ശക്തനായ നേതാവിന്റെ അഭാവം സൈനിക തീരുമാനങ്ങൾ വൈകിപ്പിക്കാനും ആഭ്യന്തര രാഷ്ട്രീയ സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും ഇടയാക്കാം. അതേസമയം ചിലപ്പോൾ ഇതിന്റെ വിപരീത ഫലവും ഉണ്ടാകാം. നേതൃത്വം ശക്തി പ്രകടിപ്പിക്കാൻ കൂടുതൽ കടുത്ത സൈനിക നടപടികൾ സ്വീകരിക്കാനും സാധ്യതയുണ്ട്. അതിനാൽ യുദ്ധം കുറയുമെന്ന് ഉറപ്പായി പറയാൻ കഴിയില്ല. ചിലപ്പോൾ അത് കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിലയിരുത്തലുകളെല്ലാം സൂചിപ്പിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന രാജ്യം US തന്നെയാണ്. മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിന്റെ ഏറ്റവും വലിയ തന്ത്രപരമായ പിന്തുണയാണ് അമേരിക്ക. അതിനാൽ നെതന്യാഹുവിനെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വം വർദ്ധിച്ചാൽ അമേരിക്ക ഇനിയും കൂടുതൽ ശക്തമായി ഇടപെടൽ ശക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമതായി ഇസ്രായേലിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ കൂടുതൽ സൈനിക സഹായവും ആയുധ വിതരണവും വർദ്ധിപ്പിക്കും. രണ്ടാമതായി ഇറാന്റെ നീക്കങ്ങളെ നിയന്ത്രിക്കാൻ സാമ്പത്തികവും നയതന്ത്രപരവുമായ സമ്മർദ്ദം ഇനിയും കൂട്ടാൻ സാധ്യതയുണ്ട്. അതിനു പുറമെ അമേരിക്ക തന്റെ സൈനിക സാന്നിധ്യം മിഡിൽ ഈസ്റ്റിൽ കൂടുതൽ ശക്തിപ്പെടുത്താനും സാധ്യതയുണ്ട്. കപ്പൽപ്പടയും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലയിൽ വിന്യസിച്ച് കൂടുതൽ തീവ്രമായ പ്രതിബന്ധ തന്ത്രം ശക്തമാക്കുക എന്നതാണ് സാധാരണ അമേരിക്കൻ സമീപനം. ഇറാൻ ഈ സാഹചര്യത്തെ മുതലെടുത്ത് കൂടുതൽ ആക്രമണാത്മക നീക്കങ്ങൾ സ്വീകരിക്കുമെന്ന് അമേരിക്ക കരുതുന്നുവെങ്കിൽ അതിനെ തടയാൻ കടുത്ത യുദ്ധമുറയിലേക്ക് ഇനിയും അമേരിക്കയും നീങ്ങുമെന്ന് ഉറപ്പാണ്. ഇതെല്ലാം ചേർന്നാൽ ഇപ്പോഴത്തെ വിവാദം വെറും വാർത്തയല്ല, അത് മിഡിൽ ഈസ്റ്റിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ ബാധിക്കാവുന്ന ഒരു രാഷ്ട്രീയ സൈനിക സംഭവമായി മാറാനുള്ള സാധ്യതയുണ്ട്. സത്യം എന്തായാലും യുദ്ധസമയത്ത് വിവരങ്ങൾ പോലും ആയുധങ്ങളാകുന്ന ലോകത്തിൽ ഈ വാർത്തകൾ തന്നെ ഒരു പുതിയ പോരാട്ട മേഖലയായി മാറിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളെ വിവരത്തിന്റെ യഥാർത്ഥ സ്വഭാവവും അതിന്റെ പ്രത്യാഘാതങ്ങളും വ്യക്തമാക്കും.